ഈ കേസരി ലേഖനം വന്നത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും കടത്തി പറയാനായിട്ട് സഭാ നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ സഭയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ മുഖപ്രസംഗത്തിലൂടെ അവർ ശ്രമിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ സംഗതി വോട്ട് കൊള്ള എന്ന ആരോപണത്തെ ഈ സഭയുടെ മുഖമാസിക കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ വോട്ട് കൊള്ള എന്ന ആരോപണം ആര് വെച്ചതാണ്? BJPയുടെ ഒന്നാമത്തെ ഇവിടുത്തെ പ്രതിയോഗിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വന്ന ഒരു ആരോപണമാണ്. അതിൽ വലിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിപുലമായ പങ്കാളിത്തം എന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അത് രാഹുൽ ഗാന്ധി തന്നെ നടത്തിയ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണമാണ്. ആ ആരോപണത്തെ ഇപ്പോൾ തൃശ്ശൂരിലെ സഭാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കൂടി വേണ്ടമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അവിടുത്തെ ആ സമവാക്യങ്ങളിൽ, ആ ധാരണകളിൽ ഒക്കെ മാറ്റം വരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരു കാര്യം ഇതിനകത്ത് ശരിയാണ്, വോട്ട് ധാരാളം ചേർത്തിരുന്നു മണ്ഡലത്തിൽ. അത് വിജയിക്കാൻ വേണ്ട തന്ത്രമായിരുന്നു എന്ന് അവിടുത്തെ മണ്ഡലത്തിലെ നേതാക്കന്മാർ തന്നെ അതിന് നേതൃത്വം കൊടുത്തപ്പോൾ ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞിരുന്നത് ഇനിയും വോട്ട് ചേർക്കും എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഈ വോട്ടുകളുടെ വിവാദം വന്നപ്പോൾ തൃശ്ശൂർ അതിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായപ്പോൾ ആ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് ഞങ്ങൾ വോട്ട് ചേർത്തിരുന്നു, ഇനിയും വോട്ട് ചേർക്കും, അങ്ങനെ വിജയിക്കാനുള്ള മാർഗ്ഗമാണ്, നിയമപരമായ മാർഗ്ഗമാണ് എന്ന് തന്നെയാണ് അതിനെ വിശദീകരിച്ചത്, അതിനെ ന്യായീകരിച്ചത്. അപ്പോൾ ആ വോട്ട് ചേർക്കൽ അവിടെ നടന്നിട്ടുണ്ട്. 10.99% വോട്ടുകൾ അധികമായി വർദ്ധിച്ചിരുന്നു ആ മണ്ഡലത്തിൽ എന്നത് നമ്മൾ ഓർക്കണം. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് അവിടേക്ക് വോട്ട് കൂടുതൽ ചേർത്തതിനെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളും തുടർച്ചയായി നമ്മൾ ഈ വാർത്ത വന്ന ഘട്ടത്തിൽ നമ്മൾ തന്നെ കണ്ടെത്തി കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം സഭയും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ക്രൈസ്തവ നേതൃത്വത്തിൽ പലരും ഈ നിലയ്ക്ക് BJPക്ക് അനുകൂലമായ ചില പ്രസ്താവനകളൊക്കെ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നത് വാസ്തവമാണ്. പിന്നെ കാസ എന്ന സംഘടന രൂക്ഷമായ വർഗീയ പ്രചാരണം നടത്തിയിരുന്നു എന്നത് വാസ്തവമാണ്. അതെല്ലാം കുറേയേറെ ക്രൈസ്തവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. പക്ഷേ വിജയത്തിൻ്റെ ഏക കാരണം എന്നത് ക്രൈസ്തവ വോട്ടുകളെല്ലാം ഒരുമിച്ച് അങ്ങനെ BJPക്ക് പോയതല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ സഭാ നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിശ്ചയമായിട്ടും